Hi friends, welcome back. And we will class code we will പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10th class physics. 10th class physics le 6th chapter. 6th chapter le നമ്മൾ രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. മാത്രമല്ല ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗവും കൂടിയാണ്. എല്ലാവർക്കും 6th ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. എന്തായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ പേര്? Vision and the World of Colors. Vision and the World of Colors. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിച്ചു കഴിഞ്ഞത്. പ്രകാശത്തിന്റെ പ്രകീർണനം, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആൻഡ് റെയിൻബോ ഫോർമേഷൻ, മഴവില്ലിന്റെ രൂപീകരണം. ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ആകെ രണ്ട് ടോപ്പിക്കാണ് ബാക്കിയുള്ളത്. There are two remaining topics in this chapter. First one, persistence of vision. Persistence of vision. Second one, scattering of light. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? Two things we have to discuss in this chapter. The remaining two things we have to discuss in this chapter. First one, persistence of vision. Second one, scattering of light. ഏതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി അവശേഷിക്കുന്ന രണ്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് വീക്ഷണ സ്ഥിരത, മറ്റൊന്ന് പ്രകാശത്തിൻ്റെ വിസരണം. എന്താണ്? വീക്ഷണ സ്ഥിരത, പ്രകാശത്തിൻ്റെ വിസരണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ ആകെ അവശേഷിക്കുന്ന രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ എല്ലാവരും ആ രണ്ട് ഭാഗങ്ങൾ പഠിക്കാൻ റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ കാര്യങ്ങളിലോട്ട് പ്രവേശിക്കാം. എല്ലാവരും റെഡിയാണോ? ഓൾ ഓഫ് യു റെഡി? അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം വീക്ഷണ സ്ഥിരത, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കി. വീക്ഷണ സ്ഥിരത, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. റെഡി? യെസ്. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വീക്ഷണ സ്ഥിരത, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. ആദ്യം ഞാൻ അതിൻ്റെ മലയാള മീഡിയം ടേമിലുള്ള കാര്യങ്ങൾ പറയാം, അതിനുശേഷം ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം മലയാള മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് വീക്ഷണ സ്ഥിരത? നമ്മളൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ, ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളുടെ റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയം തങ്ങി നിൽക്കും. എന്താണ് പറഞ്ഞത്? നമ്മളൊരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ, ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അത് റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയം തങ്ങി നിൽക്കും. കണ്ണിൻ്റെ ഈ ഒരു സവിശേഷതയെ നമ്മൾ വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കുന്നു. എത്രയാണ് ആ സമയം? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1/16 സെക്കൻഡ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത എത്ര. SLC പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്. എത്രയാണ് മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത? എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞോ. 1/16 സെക്കൻഡ്. എന്താണ് വീക്ഷണ സ്ഥിരത? ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ, ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ, ഒരാൾ ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അത് 1/16 സെക്കൻഡ് സമയം റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നു. കണ്ണിൻ്റെ ഈ ഒരു കഴിവിനെ എന്ത് പേര് വിളിക്കുന്നു? വീക്ഷണ സ്ഥിരത. ഒന്നുകൂടെ പറഞ്ഞു നോക്കി. എന്താണ് വീക്ഷണ സ്ഥിരത? ഒരാൾ ഒരു കാഴ്ച, ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ റെറ്റിനയിൽ അത് 1/16 സെക്കൻഡ് സമയം റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നു. കണ്ണിൻ്റെ ഈ കഴിവിനെ എന്ത് പേര് വിളിക്കുന്നു? വീക്ഷണ സ്ഥിരത. ഒരാൾ ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ 1/16 സെക്കൻഡ് സമയം അത് റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നു. കണ്ണിൻ്റെ ഈ കഴിവിനെ എന്ത് പേര് വിളിക്കുന്നു? വീക്ഷണ സ്ഥിരത. ഓക്കെ. അതായത് നമ്മളൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ദൃഷ്ടിയിൽ അത് മാഞ്ഞു പോകില്ല. കുറച്ച് സമയം നമ്മളുടെ ദൃഷ്ടിയിൽ അതിങ്ങനെ ഉണ്ടാവും, ഒരു ഓർമ്മയുണ്ടാവും. എന്താണ് കണ്ടതെന്നുള്ള തങ്ങി നിൽക്കും. ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വീക്ഷണ സ്ഥിരത. ഓക്കെ. ദെൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ലിസൺ. വാട്ട് ഈസ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ? Persistence of vision. If someone viewing a scene, then it will remains at retina. For a time 1/16 second. The ability of human eye is known as persistence of vision. So all of you say, what is persistence of vision? If someone viewing a scene, then it will remains on retina for a time 1/16 second. This ability of human eye is known as persistence of vision. Okay. So what is the persistence of vision? എത്രയാണ് persistence of vision എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? 1/16 സെക്കൻഡ്. എത്രയാണ്? 1/16 സെക്കൻഡ്. persistence of vision എത്രയാ? 1/16 സെക്കൻഡ്.
ഓക്കെ, അപ്പോൾ എന്താണ് വീക്ഷണസ്ഥിരത എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, ഇതിന് തുടർന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഒരു സീന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സീന് കണ്ടു കഴിഞ്ഞാൽ അതൊരു 1/16 സെക്കൻഡ് നമ്മളുടെ റെറ്റിനയിൽ റിറ്റെയിൻ ചെയ്യും, അവശേഷിക്കും, തങ്ങി നിൽക്കും. ആ ഒരു എബിലിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? പേഴ്സൺസ് ഓഫ് വിഷൻ. ഇനി ശ്രദ്ധിച്ചോ, എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ, ഈ 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയൊരു സമയമാണ് കേട്ടോ. അതായത് ഒരു സെക്കൻഡിനെ 16 ഭാഗമാക്കിയിട്ട് അതിലൊരു സമയം. ഒരു സെക്കൻഡ് തന്നെ എത്രത്തോളം ചെറുതാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ 1/16 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയോ ചെറുതാണ്. അത്രയും സമയം മാത്രമേ തങ്ങി നിൽക്കുള്ളൂ, അല്ലാതെ കുറേ സമയം നിങ്ങൾ തങ്ങി നിൽക്കൊന്നുമില്ല. ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് എത്ര സെക്കൻഡ് സമയത്തിനുള്ളിൽ? 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ അയാൾ ഒന്നിലധികം ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ, എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞു നോക്കൂ. ഈ 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ അയാൾ ഒന്നിലധികം ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അയാൾക്ക് ആ ദൃശ്യങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതായത് 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരാൾ എന്ത് ചെയ്യാണ്? ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ് എന്ന് പറഞ്ഞാൽ അത്രയും വേഗതയിലായിരിക്കണം. അത്രയും വേഗതയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടാൽ അയാൾക്ക് ആ ദൃശ്യങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ആ ദൃശ്യങ്ങളൊക്കെ കൂടിച്ചേർന്നാൽ എന്താണോ പരിണിത രൂപം, അതായിരിക്കും അയാളുടെ ദൃഷ്ടിയിൽ പതിയുക. എന്താണ് പറഞ്ഞത്? ഈ 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ അയാൾ ഒന്നിലധികം ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അയാൾക്ക് ആ ദൃശ്യങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. മാത്രമല്ല, അയാളുടെ ദൃഷ്ടിയിൽ പതിയുക ആ ദൃശ്യങ്ങളുടെ ഒരു പരിണിത രൂപമായിരിക്കും, ആകെത്തുകയായിരിക്കും. ആ ദൃശ്യങ്ങളൊക്കെ കൂടി ചേർന്നാൽ എന്താണോ അതായിരിക്കും അയാളുടെ ദൃഷ്ടിയിൽ ഉണ്ടാവുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരാൾ ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിച്ചോ. ഉദാഹരണത്തിന് ഞാനിങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് എൻ്റെ മുന്നിലൂടെ അതിവേഗതയിൽ ഒരു കാറും ഒരു ബൈക്കും കടന്നുപോയി. അതിവേഗതയിൽ. അതായത് എത്ര സെക്കൻഡ് സമയത്തിനുള്ളിൽ? ഒരു സെക്കൻഡ് അല്ല, 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അത്രയും വേഗതയായിരിക്കും. ഒരേ സമയം ഒരു കാറും ഒരു ബൈക്കും മുന്നിൽ കടന്നു പോയി, പെട്ടെന്ന് പാസ് ചെയ്തു. അപ്പോൾ എനിക്ക് തിരിച്ചറിയില്ല എന്താണ് ഇപ്പോൾ എൻ്റെ മുന്നിലൂടെ പോയത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. എന്താണോ പോയത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം അത്രയും വേഗതയിലാണ് പോയിട്ടുള്ളത്. അതായത് എത്ര സെക്കൻഡ് സമയത്തിനുള്ളിൽ? 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ ആ 2 വാഹനങ്ങളാണ് പോയത്. ഏതൊക്കെയാ? കാറും ബൈക്കും. പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല, കാരണം അത്രയും വേഗതയിലായിരുന്നു. അപ്പോൾ എനിക്കെന്താ തോന്നുക? ആ കാറും ബൈക്കും കൂടെ കൂട്ടിയിട്ട് എന്തോ ഒരു വലിയ വാഹനം എൻ്റെ മുന്നിലൂടെ പോയ പ്രതീതിയായിരിക്കും എനിക്കുണ്ടാവുക. ശരിയല്ലേ? അതാ പറഞ്ഞത്. എന്ത്? ഈ 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരാൾ ഒന്നിലധികം ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അയാൾക്ക് ആ ദൃശ്യങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. പിന്നെയോ ആ ദൃശ്യങ്ങളുടെ പരിണിത രൂപം എന്താണോ അവ കൂടി ചേർന്നാൽ ഉണ്ടാവുക, അതായിരിക്കും അയാളുടെ ദൃഷ്ടിയിൽ ഉണ്ടാവുക. തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയില്ല. ഓക്കെ, ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചോ. അപ്പോൾ എന്താ പറഞ്ഞത്? ഇഫ് someone viewing or if someone observing more than one scene, within 1/16 second, then that person cannot distinguish between the scene. And he feel all the effect of that scenes. All the total effect of that scenes. അതായത് ഒരാൾ 1/16 സെക്കൻഡ് സമയത്തിനകം ഒന്നിലധികം സീൻ അയാൾ കാണുകയാണെങ്കിൽ അയാൾക്ക് ആ സീനുകൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിക്കില്ല, വേർതിരിച്ചറിയാൻ സാധിക്കില്ല. പിന്നെയോ അയാൾക്ക് അതിൻ്റെ ഒരു ടോട്ടൽ എഫക്റ്റ് ആയിരിക്കും ഫീൽ ചെയ്യുക. ഹി ഫീൽ ദ ടോട്ടൽ എഫക്റ്റ് ഓഫ് ദാറ്റ് സീൻസ്. So if someone seeing more than one scene within 1/16 second, then he cannot distinguish between the scenes, and he feel the all effect of that scenes. He feel the total effect of the all scenes. So that ability of human eye is known as persons of vision. അപ്പോൾ എന്താണ് വീക്ഷണസ്ഥിരത? ഒരാൾ ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അത് 1/16 സെക്കൻഡ് സമയം കണ്ണി തങ്ങി നിൽക്കുന്നു. ഈ ഒരു എബിലിറ്റി എന്ത് പേര് വിളിക്കുന്നു? വീക്ഷണസ്ഥിരത. ഈ കഴിവിന് എന്ത് പേര് വിളിക്കുന്നു? വീക്ഷണസ്ഥിരത. If someone observing a scene, then it will retain for retina 1/16 second. It will retain retina for 1/16 second. That ability of eye is known as persons of vision.
ഒന്നിലധികം ദൃശ്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ കാണുകയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കൂല, വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. മാത്രമല്ല ആ ദൃശ്യങ്ങളുടെ ഒരു ആകെ തുകയായിരിക്കും അയാളുടെ ദൃഷ്ടിയിൽ പതിയുക. If someone observing more than one scene within these 1/16 second, then that person cannot distinguish between the scenes and he feel the total effect of the whole scene. He feel the total effect of the whole scenes. Okay. ഇനി ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു ഫാനിനെ ഒബ്സർവ് ചെയ്യാണ്. ഒരു ഫാനിന് എത്ര ലീഫ് ഉണ്ട്? 3 ലീഫ് ഉണ്ട്. ആ ഫാൻ ഓണാക്കി കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളുടെ കൺമുന്നിലൂടെ എത്ര ലീഫുകൾ ഒരേ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്? 3 ലീഫുകൾ ഒരേ സമയം അതിവേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സെക്കൻഡ് സമയത്തിനുള്ളിൽ? 1/16 സെക്കൻഡ് സമയത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് ആ 3 ലീഫുകളെയും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. കാണുമോ? കറങ്ങുന്ന ഫാനിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് 3 ലീഫുകളെയും വേർതിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മളെ കൺമുന്നിലൂടെ ഒരേ സമയം, അതായത് എത്ര സെക്കൻഡ് സമയത്തിനകം? 1/16 സെക്കൻഡ് സമയത്തിനകം എത്ര ലീഫുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്? 3 ലീഫുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ലീഫുകളെ വേർതിരിച്ചറിയാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. കാരണം he cannot distinguish between the scenes and he feel the total effect of all scene. അയാൾക്ക് ആ 3 ലീഫുകളും കൂട്ടി വെച്ചാൽ എത്ര ലീഫായിട്ടാണ് തോന്നുക? 1 ലീഫായിട്ടാണ് തോന്നുക. ഓക്കെ. അപ്പം പേഴ്സൺസ് ഓഫ് വിഷൻ ഒരു എക്സാമ്പിൾ എന്താണ്? ദ റൊട്ടേറ്റിംഗ് ഫാൻ ഈസ് അപ്പിയർഡ് ആസ് 1 ലീഫ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന് എത്ര ലീഫ് ഉള്ളതായി തോന്നുന്നു? 1 ലീഫ് ഉള്ളതായി തോന്നുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന് 1 ലീഫ് ഉള്ളതായി തോന്നുന്നു. ദി റൊട്ടേറ്റിംഗ് ഫാൻ അപ്പിയർഡ് ആസ് ഇൻ 1 ലീഫ്. അതേതിനൊരു എക്സാമ്പിളാണ്? പേഴ്സൺസ് ഓഫ് വിഷൻ, വീക്ഷണസ്ഥിരതയ്ക്ക് എക്സാമ്പിളാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് റൊട്ടേറ്റിംഗ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. കറങ്ങുന്ന ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരത്തിൽ എത്ര വർണ്ണങ്ങളുണ്ട്? 7 വർണ്ണങ്ങളുണ്ട്. വിബ്ജിയോർ. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം റൊട്ടേറ്റ് ചെയ്യാതെ, അത് കറക്കാതെ നമ്മൾ അതിലോട്ട് നോക്കിയാൽ നമുക്ക് ആ 7 നിറങ്ങളെയും വേർതിരിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഒരു സമയം ഒരു നിറത്തിലോട്ടേ നോക്കുള്ളൂ. എന്നാൽ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ന്യൂട്ടന്റെ വർണ്ണപമ്പരത്തിലോട്ട് നോക്കുമ്പോൾ നമ്മളുടെ കൺമുന്നിലൂടെ ഈ 1/16 സെക്കൻഡ് സമയം എത്ര നിറങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്? 7 നിറങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സെക്കൻഡ് സമയത്തിനകം? 1/16 സെക്കൻഡ് സമയത്തിനകം. 7 കളേഴ്സ് ആർ പാസിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐ. നമ്മളുടെ കൺമുന്നിലൂടെ എത്ര നിറങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്? 7 നിറങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വി കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ദി കളേഴ്സ്. നമുക്ക് ആ നിറങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല? വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. പിന്നെ നമുക്ക് എന്താ തോന്നുക? ആ 7 നിറങ്ങളും കൂടിയാൽ ഏതാണോ നിറം, ആ നിറമായിരിക്കും നമ്മളുടെ ദൃഷ്ടിയിൽ ഉണ്ടാവുക. ഏതാണ് 7 നിറങ്ങൾ കൂടിയാൽ ഉണ്ടാവുന്ന നിറം? വൈറ്റ്, വെള്ള. അപ്പൊ കറങ്ങുന്ന ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വെള്ള നിറത്തിൽ കാണുന്നു. എന്തുകൊണ്ട് വെള്ള നിറത്തിൽ കാണുന്നു? അത് കണ്ണിന്റെ ഏത് പ്രത്യേകത കൊണ്ടാണ്? വീക്ഷണസ്ഥിരത കൊണ്ടാണ്. The rotating Newton's color disk is appeared in white color. Then what is the reason? It is due to the persistence of vision. Then rotating fan is appeared as 1 leaf. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ 1 ലീഫായി തോന്നുന്നു. എന്തുകൊണ്ട്? അത് കണ്ണിന്റെ ഏത് പ്രത്യേകത കൊണ്ടാണ്? വീക്ഷണസ്ഥിരത കൊണ്ടാണ്. It is due to the ability of persistence of vision. ഓക്കെ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി നിങ്ങൾ സ്വയം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 2 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമായിരുന്നു ഏത്? വീക്ഷണസ്ഥിരത, പേഴ്സൺസ് ഓഫ് വിഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ക്ലാസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ദെൻ നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോയാലോ? റെഡി? യെസ്. ദെൻ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കായ പ്രകാശത്തിൻ്റെ വിസരണത്തിലോട്ട് പ്രവേശിക്കുകയാണ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നുള്ള ടോപ്പിക്കിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു. പകൽ സമയത്തൊക്കെ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് പകൽ സമയത്തൊക്കെ നമ്മളുടെ വീടിനകത്തേക്ക് പ്രകാശം നേരിട്ട് വരുന്നുണ്ടോ? ഇല്ല. ടെറസൊക്കെ തുളച്ച് ഓടൊക്കെ വകഞ്ഞു മാറ്റി സൂര്യപ്രകാശം നമ്മുടെ വീടിനകത്തേക്ക് നേരിട്ട് വരാറുണ്ടോ? വരാറില്ല. പക്ഷെ ജനവാതിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ, വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടിനകത്തേക്ക് എന്തൊഴുകിയെത്തും? ലൈറ്റ് ഒഴുകിയെത്തും. പക്ഷേ സൂര്യപ്രകാശം നേരിട്ട് ആ റൂമിനകത്തോട്ട്, വീടിനകത്തോട്ട് വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് പ്രകാശം നമ്മളുടെ വീടിനകത്തൊക്കെ ലഭിക്കൂലേ? ലഭിക്കും. അപ്പം ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കും. എന്താണ് അതിന് കാരണം? എല്ലാവരും ശ്രദ്ധിച്ചു. ഇത് ഭൂമിയാണെന്ന് വിചാരിച്ചോ. ഇത് ഭൂമിയാണ്.
ഭൂമിക്ക് മുകളിൽ എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയർ അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഇത് ഭൂമിയാണ്, ഇത് ഭൂമിയുടെ അന്തരീക്ഷമാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം നേർരേഖാരശ്മികളായിട്ട് കടന്നു വരുന്നു. സൂര്യനിൽ നിന്ന് പ്രകാശം നേർരേഖാരശ്മികളായിട്ട് ഭൂമിയിലോട്ട് കടന്നു വരുന്നു. The beam of light coming from sun as a straight line. നേർരേഖാരശ്മികളായിട്ട് ഭൂമിയിലോട്ട് കടന്നു വരുന്നു. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഒരുപാട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, കണികകളുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നമ്മളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. There are tiny particles in atmosphere. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? ടൈനി പാർട്ടിക്കിൾസ് ഉണ്ട്, ചെറിയ ചെറിയ കണികകളുണ്ട്. ആ ചെറിയ ചെറിയ കണികകളിൽ പ്രകാശം എന്ത് ചെയ്യുന്നു? തട്ടുന്നു. തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമരഹിതമായി പ്രതിപദിക്കും. ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കും. അതിൻ്റെ ഫലമായി പ്രകാശം എല്ലായിടത്തും എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും, വ്യാപിക്കും. എന്താ സംഭവിക്കുക? സൂര്യനിൽ നിന്ന് നേർരേഖാരശ്മികളായിട്ട് കടന്നു വന്ന പ്രകാശം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിൽ ഒരുപാട് ചെറിയ ചെറിയ കണികകളുണ്ട്. ആ ചെറിയ ചെറിയ കണികകളിൽ തട്ടി പ്രകാശം ക്രമരഹിതമായി പ്രതിപദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചെതറി പോകുന്നു. അങ്ങനെ ക്രമരഹിതമായി പ്രതിപദിക്കുകയും പ്രകാശം വ്യാപിക്കുകയും ചെയ്യും, എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ വീടിനകത്ത് എന്ത് ലഭിക്കുന്നത്? പ്രകാശം ലഭിക്കുന്നത്. അപ്പം അന്തരീക്ഷത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ കണികകളിൽ തട്ടി പ്രകാശം എല്ലായിടത്തും എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. അങ്ങനെ അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലെ ചെറിയ ചെറിയ കണികകളിൽ തട്ടി, മാധ്യമത്തിലെ ചെറിയ ചെറിയ കണികളിൽ തട്ടി പ്രകാശം ക്രമരഹിതമായി പ്രതിപദിക്കുന്നതിനെ, അതുവഴി പ്രകാശം വ്യാപിക്കുന്നതിനെ വിസരണം എന്ന് പറയുന്നു. വിസരണം. So beam of light coming from sun as a straight line. Beam of light coming from sun as a straight line and enters into atmosphere. In atmosphere there are tiny particles. The sunlight hits on the tiny particles and undergo irregular multiple reflection. സൺലൈറ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വരുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യുന്നു, ടൈനി പാർട്ടിക്കിൾസിൽ ഹിറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? ഇറഗുലർ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നു. ഇറഗുലർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിഫ്ലക്ട് ചെയ്തു പോകും. ഇറഗുലർ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നു. അതുവഴി ലൈറ്റ് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുന്നു. ആ സ്പ്രെഡിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്കാറ്ററിങ്. എന്താ പേര് വിളിക്കുക? സ്കാറ്ററിങ്. അപ്പം എന്താണ് പ്രകാശത്തിൻ്റെ വിസരണം? ഇനി ഒന്നതൊന്ന് വൃത്തിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രകാശത്തിൻ്റെ വിസരണം? മാധ്യമത്തിലെ ചെറിയ കണികകളിൽ തട്ടി പ്രകാശം ക്രമരഹിതവുമായി ആവർത്തിച്ചു പ്രതിപദിക്കുന്നതിനെ എന്ത് പറയുന്നു? വിസരണം എന്ന് പറയുന്നു. അപ്പം എന്താണ് വിസരണം? മാധ്യമത്തിലെ ചെറിയ ചെറിയ കണികകളിൽ തട്ടി പ്രകാശത്തിൻ്റെ ക്രമരഹിതവും ആവർത്തിച്ചുള്ളതുമായ പ്രതിപതനത്തെ എന്തു പേര് വിളിക്കുന്നു? പ്രകാശത്തിൻ്റെ വിസരണം. ഒന്നുകൂടെ, എന്താണ് പ്രകാശത്തിൻ്റെ വിസരണം? മാധ്യമത്തിലെ ചെറിയ ചെറിയ കണികകളിൽ തട്ടി പ്രകാശം ക്രമരഹിതവും ആവർത്തിച്ചുള്ളതുമായ പ്രതിപതനത്തിന് വിധേയമാകുന്നു. ഈ ആവർത്തിച്ചുള്ള ക്രമരഹിതമായ പ്രതിപതനത്തെ എന്ത് പേര് വിളിക്കുന്നു? വിസരണം എന്ന് പേര് വിളിക്കുന്നു. The multiple and irregular reflection of light. By hitting on tiny particles in medium is known as scattering of light. So all of you say, what is scattering of light? All of you say, what do you mean by scattering of light? The multiple and irregular reflection of light by hitting on tiny particles in medium. Tiny particles in the medium is known as scattering of light. അപ്പോൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി, പ്രകാശം എന്ത് ചെയ്യും? വ്യാപിക്കും. വിസരണം നടന്നു കഴിഞ്ഞാൽ പ്രകാശം എന്ത് ചെയ്യും? വ്യാപിക്കും. അപ്പോൾ പകൽ സമയത്ത് സൂര്യപ്രകാശം വീടിനകത്തേക്ക് നേരിട്ട് വരുന്നില്ലെങ്കിൽ പോലും വീടിനകത്ത് പ്രകാശം ലഭിക്കാനുള്ള കാരണം എന്താണ്? ആ അന്തരീക്ഷത്തിലെ ചെറിയ ചെറിയ കണികകളിൽ പ്രകാശം തട്ടുന്നു, അത് പരക്കുന്നു, വ്യാപിക്കുന്നു. സോ ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ദ ലൈറ്റ് അണ്ടർഗോ സ്പ്രെഡിങ്. ഓക്കെ, സ്കാറ്ററിംഗ് നടന്നു കഴിഞ്ഞാൽ പ്രകാശം എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും, വ്യാപിക്കും. ഓക്കെ, ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് scattering of light.
ഈ ഒരു പ്രതിഭാസത്തെ എന്ത് പേര് വിളിക്കുന്നു? പ്രകാശത്തിന്റെ വിസരണം. ഇനി നോക്കൂ, ഈ പ്രകാശത്തിന്റെ വിസരണത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. പ്രകാശത്തിന്റെ വിസരണത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഏതൊക്കെ രണ്ട് ഘടകങ്ങൾ? പ്രകാശത്തിന്റെ വിസരണത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. എത്ര ഘടകങ്ങളുണ്ട്? രണ്ട് ഘടകങ്ങൾ. വിസരണത്തെ സ്വാധീനിക്കുന്ന എത്ര ഘടകങ്ങളുണ്ട്? രണ്ട് ഘടകങ്ങൾ. ഒന്ന് തരംഗദൈർഘ്യം. എന്താണ്? തരംഗദൈർഘ്യം. രണ്ട് കണികയുടെ വലിപ്പം. നമ്മൾ പറഞ്ഞല്ലോ മാധ്യമത്തിൽ കണികകളുണ്ട്, അതിൽ പോയിട്ടാണ് തട്ടുക. അപ്പൊ രണ്ട് ഘടകങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. ഏതൊക്കെയാ രണ്ട് ഘടകങ്ങൾ? ഒന്ന് തരംഗദൈർഘ്യം, മറ്റൊന്ന് കണികയുടെ വലിപ്പം. തരംഗദൈർഘ്യം കുറഞ്ഞാൽ വിസരണം കൂടും. തരംഗദൈർഘ്യം കുറഞ്ഞാൽ വിസരണം കൂടുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞാൽ വിസരണം കൂടുന്നു. ഓക്കെ, ആ പോയിന്റ് അവിടെ മനസ്സിൽ വെച്ചോട്ടോ. തരംഗദൈർഘ്യം കുറഞ്ഞാൽ വിസരണം കൂടും. രണ്ടാമത്തത് കണികയുടെ വലിപ്പം. കണികയുടെ വലിപ്പം കൂടിയാൽ വിസരണവും കൂടും. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് ഘടകങ്ങൾ? ഏതൊക്കെയാണ് രണ്ട് ഘടകങ്ങൾ? ഒന്ന് വിസരണത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാ? ഒന്ന് തരംഗദൈർഘ്യം, മറ്റൊന്ന് ഏതാ? കണികയുടെ വലിപ്പം. തരംഗദൈർഘ്യം കുറഞ്ഞാലാണ് വിസരണം കൂടുക. തരംഗദൈർഘ്യം കുറയുന്തോറും വിസരണം കൂടിക്കൊണ്ടിരിക്കുന്നു. കണികയുടെ വലിപ്പം കൂടുന്തോറും വിസരണവും കൂടിക്കൊണ്ടിരിക്കുന്നു. So there are two factors depends on scattering. There are how many factors? There are how many factors? Two factors. There are how many factors depends on scattering? Two factors. First factor is wavelength. First factor is wavelength. And second factor is size of particles. So there are two factors depends on scattering. Which are the two factors depends on scattering? All of you say. First one wavelength, second one size of particles. As wavelength decreases, scattering increases. As wavelength decreases, scattering increases. As size of particle increases, scattering also increases. So all of you say which are the two factors depends on scattering? First one wavelength. As wavelength decreases, scattering increases. Inversely proportional. വിപരീതാനുപാതത്തിലാണ്. Then as size of particle increases, scattering also increases. Directly proportional ആണ്, നേരാനുപാതത്തിലാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് പോയിന്റുകൾ മനസ്സിൽ വെക്കുക. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ലൈറ്റിലുള്ള 7 കളറുകൾ ഏതൊക്കെയാ? വിബ്ജിയോർ ആണ്. വയലറ്റ്, indigo, blue, green, yellow, orange, red. These are the 7 colors in white light or sunlight. സൂര്യപ്രകാശത്തിലെ അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിലെ, വെള്ളപ്രകാശത്തിലെ 7 വർണ്ണങ്ങളാണ് ഇതൊക്കെ? വിബ്ജിയോർ. ഇതിൽ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാ? വിച്ച് കളർ ഹാസ് ദി ലീസ്റ്റ് വേവ് ലെങ്ത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വിച്ച് കളർ ഹാസ് ദി ലീസ്റ്റ് വേവ് ലെങ്ത്? തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ് ആണ്. അപ്പൊ ഈ 3 വർണ്ണങ്ങൾ ഉണ്ടല്ലോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഇവർക്ക് വേവ് ലെങ്ത് എന്താണ്? കുറവാണ്. തരംഗദൈർഘ്യം കുറവാണ്. ആർക്കാണ് വേവ് ലെങ്ത് കൂടുതൽ? തരംഗദൈർഘ്യം കൂടുതൽ ആർക്കാ? റെഡിനാണ്. തരംഗദൈർഘ്യം കൂടുതൽ ആർക്കാണ്? റെഡിനാണ്. തരംഗദൈർഘ്യം കുറവ് ആർക്കാണ്? വയലറ്റിനാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, തരംഗദൈർഘ്യം കുറഞ്ഞാൽ വിസരണം കൂടുമല്ലോ. ആസ് ദ വേവ് ലെങ്ത് ഡിക്രീസസ്, സ്കാറ്ററിംഗ് ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിസരണം ഉണ്ടാവുക? വിച്ച് കളർ ഈസ് മോർ സ്കാറ്റേർഡ്? വിച്ച് കളർ ഈസ് മോർ സ്കാറ്റേർഡ്? ആർക്കാണ് കൂടുതൽ വിസരണം സംഭവിക്കുക? വിസരണം സംഭവിക്കുക കാരണം വ്യാപിക്കുക, പരക്കുക, സ്പ്രെഡ് ചെയ്യുക. ഏത് കളറുകൾക്കാണ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ? വേവ് ലെങ്ത് കുറയുമ്പോഴാണ്, തരംഗദൈർഘ്യം കുറയുമ്പോഴാണ് സ്കാറ്ററിംഗ് കൂടുക, വിസരണം കൂടുക. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുക? നന്നായിട്ട് വ്യാപിക്കുക, പരക്കുക ആരാണ്? ഇതാ വയലറ്റ് ആണ്. അതായത് ഈ 3 വർണ്ണങ്ങൾ ഉണ്ടല്ലോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. ഏതൊക്കെ 3 വർണ്ണങ്ങൾ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. ഇവക്ക് എന്ത് കുറവാണ്? തരംഗദൈർഘ്യം കുറവാണ്, വേവ് ലെങ്ത് കുറവാണ്. ദേ ഹാവ് ലീസ്റ്റ് വേവ് ലെങ്ത്. അവർക്ക് തരംഗദൈർഘ്യം കുറവാണ്. സോ ദേ ഗെറ്റ് മോർ സ്കാറ്റേർഡ്. അവർക്ക് നന്നായിട്ട് വിസരണം സംഭവിക്കും. ദേ ഗെറ്റ് മോർ സ്കാറ്റേർഡ്. അവർക്ക് നന്നായിട്ട് വിസരണം സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവർ പരക്കും, വ്യാപിക്കും. എന്നാൽ വ്യാപിക്കാതെ, അതായത് സ്പ്രെഡ് ചെയ്യാതെ, വിസരണം സംഭവിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നവരാരായിരിക്കും? പരക്കൊന്നുമില്ല, വ്യാപിക്കൊന്നുമില്ല. അവർ വിസരണം സംഭവിക്കൽ വളരെ കുറവാ, സ്പ്രെഡ് ചെയ്യൽ വളരെ കുറവാ, വ്യാപിക്കൽ വളരെ കുറവാ. അവർ കുറേ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. ആരായിരിക്കും അവര്? തരംഗദൈർഘ്യം കൂടിയവരായിരിക്കൂലേ? ആർക്കാണ് ആ തരംഗദൈർഘ്യം കൂടുതൽ? ആർക്കാണ്?
ചുവപ്പിനാണ്. റെഡ്, ഓറഞ്ച്, യെല്ലോ. ഈ റെഡ്, ഓറഞ്ച്, യെല്ലോ ഇവർക്ക് എന്ത് കൂടുതലാണ്? തരംഗദൈർഘ്യം കൂടുതലാണ്, വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അവർക്ക് വിസരണം എന്തായിരിക്കും? കുറവായിരിക്കും, സ്കാറ്ററിങ് കുറവായിരിക്കും. സോ ദേ ക്യാൻ ട്രാവൽ മോർ ഡിസ്റ്റൻസ്. അവർക്ക് കൂടുതൽ ദൂരം എന്ത് ചെയ്യാൻ സാധിക്കും? സഞ്ചരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചോ. വിസരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ രണ്ടെണ്ണമാണ്. വിസരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് തരംഗദൈർഘ്യം. തരംഗദൈർഘ്യം കുറയുന്തോറും വിസരണം കൂടുന്നു. തരംഗദൈർഘ്യം കുറയുന്തോറും വിസരണം കൂടുന്നു. ദെൻ രണ്ടാമത്തത് കണികയുടെ വലിപ്പം. കണികയുടെ വലിപ്പം കൂടുന്തോറും വിസരണവും കൂടുന്നു. There are two factors depends on scattering. First one, wavelength. As wavelength decreases, scattering increases. Second one, size of particle. As size of particle increases, scattering also increases. നമുക്കറിയാം വയലറ്റ്, ഇൻഡിഗോ, നീല, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇവർക്ക് വേവ് ലെങ്ത് എന്താണ്? കുറവാണ്. അവർക്ക് വേവ് ലെങ്ത് തരംഗദൈർഘ്യം കുറവാണ്. അതുകൊണ്ട് അവരുടെ വിസരണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന, പരക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? violet, indigo, neela. Which colors get more scattered and which colors get more spread or more spreaded? More scattered. Which colors get more spreaded or more scattered? Those having lower wavelength. Those having lower wavelength. So which colors has the lower wavelength? Violet, indigo, blue. ഏത് വർണ്ണങ്ങൾക്കാണ് കുറവ് വിസരണം സംഭവിക്കുന്നത്? കുറവ് വിസരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യാപിക്കാൻ ഉള്ള ശേഷി വളരെ കുറവാണ്. അവർ അധികം വ്യാപിക്കുകയില്ല. പിന്നെ അവർ കൂടുതൽ ദൂരം സഞ്ചരിക്കും. വ്യാപിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കും. കുറേ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വേവ് ലെങ്ത്, തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങളാണ്. ഏതൊക്കെയാണ് തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾ? മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. So which colors get less scattered? Which colors get less scattered? Which colors get less scattered? And they will travel more distance. They will travel more distance. So which are the colors that travel more distance? Those having higher wavelength. That means yellow, orange, red. Okay. അപ്പോൾ തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങളായ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് ഇവർക്ക് വിസരണം കുറവായിരിക്കും. അതുകൊണ്ട് അവർ കുറേ ദൂരം സഞ്ചരിക്കുന്നു. Those colors having higher wavelength like yellow, orange, red, their rate of scattering, they are less scattered and they have to travel more distance. They can travel more distance. Okay. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ തുടർന്നുള്ള ചില കാര്യങ്ങളിലോട്ട് പ്രവേശിക്കുകയാണ്. അതുവഴി നമുക്ക് ഈ ചാപ്റ്ററും അവസാനിപ്പിക്കാം. ഇനി ശ്രദ്ധിച്ചോ, വിസരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ തരംഗദൈർഘ്യം. വേവ് ലെങ്ത് ഈസ് എ ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓൺ സ്കാറ്ററിംഗ്. വേവ് ലെങ്ത് ഈസ് എ ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓൺ സ്കാറ്ററിംഗ്. വിസരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഏത്? തരംഗദൈർഘ്യം അല്ലേ? ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അല്ലേ? വിച്ച് കളേഴ്സ് ഗെറ്റ് മോർ സ്കാറ്റേർഡ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. വൈ? ദേ ഹാവ് ലോവർ വേവ് ലെങ്ത്. ദേ ഹാവ് ലോവർ വേവ് ലെങ്ത്. അവർക്ക് തരംഗദൈർഘ്യം കുറവാണ്. അത് തെളിയിക്കുന്ന, അതായത് തരംഗദൈർഘ്യം അതിന് ബന്ധമുണ്ട്, വേവ് ലെങ്ത് സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന എക്സ്പെരിമെൻ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചോ. അപ്പോൾ എക്സ്പെരിമെൻറ്റിലേക്ക്, അതിൻ്റെ പരീക്ഷണത്തിലേക്ക് നമുക്ക് ആവശ്യം ഒരു ടോർച്ചാണ്. എന്താണ്? ഒരു ടോർച്ചാണ്. പിന്നെ ഒരു വെസൽ, ഒരു പാത്രം, ഒരു സ്ക്രീന്. ആ പാത്രത്തിൽ സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, ഒരു ലായനി, സോഡിയം തയോസൾഫേറ്റ് ലായനി. ഇനി എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചോ. ടോർച്ച് നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്നു. ടോർച്ച് ഓൺ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോർച്ച് ഓൺ ചെയ്ത് വെക്കുന്നു. ടോർച്ചിലെ പ്രകാശം സോഡിയം തയോസൾഫേറ്റ് ലായനിയിലൂടെ കടത്തിവിടുന്നു. പരീക്ഷണതാണ്. എന്താണ് പരീക്ഷണം? ടോർച്ചിലെ പ്രകാശം സോഡിയം തയോസൾഫേറ്റ് ലായനിയിലൂടെ കടത്തിവിടുന്നു. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? ടോർച്ച്, ദെൻ സോഡിയം തയോസൾഫേറ്റ് ലായനി, ദെൻ എന്താണുള്ളത്? ഒരു സ്ക്രീന്. അപ്പം എന്താണ് ഒന്നാമത് ചെയ്യുന്നത്? ടോർച്ചിലെ പ്രകാശം സോഡിയം തയോസൾഫേറ്റ് ലായനിയിലൂടെ കടത്തിവിടുന്നു. ബീം ഓഫ് ലൈറ്റ് പാസസ് ത്രൂ സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ബീം ഓഫ് ലൈറ്റ് ട്രാവൽസ് ഓർ പാസസ് ത്രൂ സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കുകയില്ല. ദെൻ വി ആർ ആഡിങ് HCl ബൈ ഡ്രോപ്പ്. നമ്മൾ അതിലേക്ക് എന്തൊഴിക്കുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl അതിലേക്ക് തുള്ളിത്തുള്ളിയായി, ധാരധാരയായി, പതിയെ തുള്ളിത്തുള്ളിയായി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. HCl ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും, ദ സൊല്യൂഷൻ ഈസ് സ്പ്രെഡഡ് വിത്ത് എ ബ്ലൂയിഷ് കളർ. ഈ സൊല്യൂഷന് ഏത് കളർ കിട്ടുന്നു? ഒരു ബ്ലൂ കളർ കിട്ടുന്നു. ദെൻ ഹിയർ വി ഗെറ്റ് എ റെഡിഷ് കളർ. ഇവിടെ നമുക്ക് ഏത് കളറും ലഭിക്കുന്നു? റെഡിഷ് കളറും ലഭിക്കുന്നു.
എന്തുകൊണ്ടാണ് ലായനിക്ക് നീല നിറം കിട്ടിയത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ബ്ലൂയിഷ് കളർ ഓഫ് ദി സൊല്യൂഷൻ? സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ബ്ലൂയിഷ് കളർ ഓഫ് സൊല്യൂഷൻ? When we are dropping HCl, there is a reaction between sodium thiosulfate and HCl. Sodium thiosulfate HCl തമ്മിൽ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും. And here some particles of sulfurs are formed. ഇവിടെ സൾഫറിന്റെ ചില പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. എന്തിന്റെ പാർട്ടിക്കിൾസ്? സൾഫറിന്റെ ചില പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. The beam of light will hits on that particles. And get scattered. Then which colors get more scattered? Violet, indigo, blue. So they have lower wavelength. Avarku endu koravanu? Wavelength koravanu. So that is why the solution is appeared blue color. ഇനി നല്ലോണം ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കി തരാം. എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചോ. സോഡിയം തയോസൾഫേറ്റ് ലായനി എടുക്കുന്നു, അതിലേക്ക് HCl ഒഴിക്കുന്നു. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. സോഡിയം തയോസൾഫേറ്റ് ലായനി എടുക്കുന്നു, അതിലേക്ക് HCl ഒഴിക്കുന്നു. HCl ഒഴിച്ച ശേഷം നമ്മൾ ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ ആ ലായനിക്ക് ഒരു നീല നിറം ലഭിക്കുന്നു. ടോർച്ചിലെ പ്രകാശം കടന്നു പോകുമ്പോൾ മാത്രമേ നീല നിറം ലഭിക്കുള്ളൂ. അപ്പോൾ എന്താണ് പറഞ്ഞത്? സോഡിയം തയോസൾഫേറ്റ് ലായനിലേക്ക് HCl ഒഴിക്കുന്നു. HCl ഒഴിച്ചതിന് ശേഷം ടോർച്ച് പ്രകാശിപ്പിക്കുന്നു. ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ ലായനിക്ക് ഏത് നിറം ലഭിക്കുന്നു? നീല നിറം ലഭിക്കുന്നു. എന്തുകൊണ്ട്? HClഉം സോഡിയം തയോസൾഫേറ്റും തമ്മിൽ, ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം തയോസൾഫേറ്റും തമ്മിൽ രാസപ്രവർത്തനം നടക്കുന്നു. അവിടെ സൾഫർ കണികകൾ ഉണ്ടാകുന്നു. ആ സൾഫർ കണികയിൽ പ്രകാശം തട്ടി വിസരണം സംഭവിക്കുന്നു. ആ സൾഫർ കണികയിൽ പ്രകാശം തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവ എവിടെ വ്യാപിക്കുന്നു? ലായനിയിൽ വ്യാപിക്കുന്നു. കാരണം തരംഗദൈർഘ്യം കുറഞ്ഞ വിസരണം കൂടും, നമുക്കറിയാം. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നിവ പുറത്തോട്ട് വരുന്നു. അതുകൊണ്ട് സ്ക്രീനിൽ നമുക്ക് ചുവപ്പിനോട് സാദൃശ്യമുള്ള ഒരു നിറം ലഭിക്കുന്നു. ഒന്നുകൂടെ പറയാം. സോഡിയം തയോസൾഫേറ്റ് ലായനിയിലേക്ക് HCl ഒഴിക്കുന്നു. ടോർച്ചിലെ പ്രകാശം കടത്തിവിടുമ്പോൾ ലായനിക്ക് നീല നിറം ലഭിക്കുന്നു. കാരണം HClഉം സോഡിയം തയോസൾഫേറ്റും തമ്മിൽ രാസപ്രവർത്തനം നടക്കുന്നു. കണികകൾ ഉണ്ടാവുന്നു, സൾഫർ കണികകൾ ഉണ്ടാവുന്നു. സൾഫർ കണികയിൽ പ്രകാശം തട്ടുന്നു, വിസരണം സംഭവിക്കുന്നു. വിസരണം സംഭവിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവ ലായനിയിൽ വ്യാപിക്കുന്നു. ഓക്കെ. Sodium thiosulfate, HCl is added to sodium thiosulfate solution. And beam of light passes through it. When beam of light passes through it, a bluish color is formed in the solution. Then what is the reason? Because HCl and sodium thiosulfate react together. There is a reaction between HCl and sodium thiosulfate, and sulfur particles are formed. The beam of light hits on the sulfur particles. And get scattered. The colors with lower wavelength, that is violet, indigo, blue, are scattered on the solution. So as the wavelength decreases, scattering increases. തരംഗദൈർഘ്യം കുറയുമ്പോൾ വിസരണം കൂടുന്നു. അത് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണമാണിത്. ഓക്കെ. അപ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞാൽ വിസരണം കൂടുന്നു. ആസ് ദ വേവ് ലെങ്ത് ഡിക്രീസസ്, സ്കാറ്ററിംഗ് ഇൻക്രീസസ്. ഇത് കാണിക്കുന്ന ഒരു പരീക്ഷണം നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ, ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പരീക്ഷണം എഴുതി വെക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വിസരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളിലോട്ട് ഇനി പ്രവേശിക്കാനുണ്ട്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററോടെ അവസാനിപ്പിക്കാം. ഓക്കെ, റെഡി? യെസ്. ഇനി ശ്രദ്ധിച്ചോ, ഈ വിസരണവുമായി ബന്ധപ്പെടുത്തി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉദയാസ്തമയ സൂര്യൻ എന്തുകൊണ്ട് ചുവപ്പ് നിറത്തിൽ കാണുന്നു? സൂര്യൻ്റെ ശരിക്കുള്ള നിറം എന്ന് പറഞ്ഞാൽ വെള്ളയാണ്. ചുട്ട് പഴുത്ത് വെളുത്ത അവസ്ഥയിലാണ് ആ ശരിക്കാരുള്ളത്, സൂര്യനുള്ളത്. പക്ഷെ നമ്മൾ ഉദയാസ്തമയ സൂര്യൻ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാം ചുവപ്പ് നിറമായിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉദയാസ്തമയ സൂര്യൻ എന്തുകൊണ്ട് ചുവപ്പ് നിറത്തിൽ കാണുന്നു? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി റെഡ് കളർ ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിംഗ് സൺ? റെഡ് ഇൻ കളർ. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ റെഡ് കളർ ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിംഗ് സൺ? റൈസിംഗ് സണ്ണിൻ്റെയും സെറ്റിംഗ് സണ്ണിൻ്റെയും, അതായത് റൈസിംഗ് സ്കൈ
സെറ്റിംഗ് സ്കൈ, ആ സമയത്ത് റൈസിങ്ങിൻ്റെയും സെറ്റിങ്ങിൻ്റെയും സമയത്ത് സ്കൈ അല്ലെങ്കിൽ സൺ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഇറ്റ് വിൽ അപ്പിയർഡ് ഇൻ റെഡ് ഇൻ കളർ. അതിൻ്റെ കളർ എന്തായിരിക്കും? ചുവപ്പായിരിക്കും. എന്തുകൊണ്ട് എന്ന് പരീക്ഷ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ റെഡ് കളർ ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിംഗ് സൺ എന്ന്, അല്ലെങ്കിൽ റൈസിംഗ് സ്കൈ ഓർ സെറ്റിംഗ് സ്കൈ എന്ന് പരീക്ഷ ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഈ സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതിന് ആൻസർ പറയേണ്ടത്. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചോ. ഉദയാസ്തമയ സൂര്യൻ എന്തുകൊണ്ട് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിന് ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. നല്ലോണം ശ്രദ്ധിച്ചോ. ഇതൊരു ഭൂമിയാണ്. ആ ഭൂമിയുടെ പുറത്ത് ഒരു നിരീക്ഷകൻ നിൽക്കുന്നു, ഒരു ഒബ്സർവർ നിൽക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു 3 സൂര്യനെ വരച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമുണ്ട്. ഓക്കെ, ആ ചിത്രത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് രാവിലെയുള്ള സൂര്യൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇത് വൈകുന്നേരമുള്ള സൂര്യനാണ്. ഇത് ഉച്ച സമയത്തുള്ള സൂര്യനാണ്. അപ്പോൾ ഈ രാവിലെയും വൈകുന്നേരവുമായിരിക്കും, അതായത് സെറ്റിങ്ങിൻ്റെ സമയത്തും റൈസിങ്ങിൻ്റെ സമയത്തുമായിരിക്കും, ഉദയത്തിൻ്റെ സമയത്തും അസ്തമയത്തിൻ്റെ സമയത്തുമായിരിക്കും സൂര്യൻ ഏത് കളർ? ചുവപ്പ് കളർ, റെഡ് കളർ. അതിന് കാരണം എന്താണ് എന്നാണ് പരീക്ഷ ചോദിക്കുക. ഉച്ചക്ക് സൂര്യൻ്റെ കളർ എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. നമുക്കതിലേക്ക് നോക്കാൻ തന്നെ സാധിക്കില്ല. നല്ല ചുട്ടുപഴുത്ത് വെളുത്ത അവസ്ഥയിലായിരിക്കും. അതാണ് സൂര്യൻ്റെ ശരിക്കുള്ള കളർ. പക്ഷെ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് രാവിലെയും അസ്തമിക്കുന്ന സമയത്ത് വൈകുന്നേരവും നമ്മൾ സൂര്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു ചുവന്ന കളറായിരിക്കും സൂര്യൻ ഉണ്ടാവുക. എന്താണ് അതിന് കാരണം? അത് വിസരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആൻസർ ചെയ്യാം. സോ ദ ആൻസർ ഈസ് റിലേറ്റഡ് ടു സ്കാറ്ററിങ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഉച്ച സമയത്ത് സൺലൈറ്റ് സൂര്യപ്രകാശം ഒരു ഒബ്സർവറുടെ അടുത്ത്, ഒരു നിരീക്ഷകന്റെ അടുത്ത് എത്തണമെങ്കിൽ കുറച്ച് ദൂരം ട്രാവൽ ചെയ്താൽ മതി. കണ്ടോ, സൺ ഈസ് ക്ലോസർ ടു ഒബ്സർവർ റിലേറ്റിംഗ് ടു ഈവനിങ് ആൻഡ് മോർണിംഗ്. രാവിലത്തെയും വൈകുന്നേരത്തെയും അപേക്ഷിച്ച് ഉച്ച സമയത്ത് സൂര്യപ്രകാശം പെട്ടെന്ന് നിരീക്ഷകന്റെ അടുത്തെത്തും. നമുക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. എന്നാൽ രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം ഒരു നിരീക്ഷകന്റെ അടുത്തെത്താൻ കുറേ ദൂരം സഞ്ചരിക്കണം. എന്താ പറഞ്ഞത്? രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം ഒരു നിരീക്ഷകന്റെ അടുത്തെത്താൻ കുറേ ദൂരം സഞ്ചരിക്കണം. വിസരണം സംഭവിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ ഈ നിറങ്ങൾക്കാണ്. അല്ലേ? ആണ്. അതുകൊണ്ട് അയാൾക്ക് സൂര്യനും സൂര്യൻ്റെ ചുറ്റുമുള്ള അന്തരീക്ഷവും ആകാശവും ഏത് നിറത്തിൽ തോന്നപ്പെടുന്നു? ചുവപ്പ് നിറത്തിൽ തോന്നപ്പെടുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള നിറങ്ങളൊക്കെ പോന്നിരുന്നു. പക്ഷേ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇവർക്ക് എന്ത് കുറവാണ്? തരംഗദൈർഘ്യം കുറവാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? വിസരണം സംഭവിച്ചു. അവർ വഴിയിൽ നഷ്ടപ്പെട്ടു. തരംഗദൈർഘ്യം കൂടിയ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് ഇവർക്ക് വിസരണം കുറവായതുകൊണ്ട് അവർ കുറേ ദൂരം സഞ്ചരിച്ചു നിരീക്ഷകന്റെ അടുത്തെത്തി. അങ്ങനെ ആ നിരീക്ഷകന് തോന്നുന്നു ഉദയാസ്തമയ സൂര്യൻ ഏത് നിറത്തിലാണ്? ചുവപ്പ് നിറത്തിലാണ് എന്ന് തോന്നുകയാണ്. അപ്പൊ എന്നാ പറഞ്ഞു? ഉദയാസ്തമയ സൂര്യൻ എന്തുകൊണ്ട് ചുവപ്പ് നിറത്തിൽ കാണുന്നു? ഉദയാസ്തമയ സൂര്യൻ എന്തുകൊണ്ട് ചുവപ്പ് നിറത്തിൽ കാണുന്നു? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആൻസർ പറഞ്ഞു. രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം നിരീക്ഷകന്റെ അടുത്തെത്താൻ കുറേ ദൂരം സഞ്ചരിക്കണം. വിസരണം സംഭവിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നിവക്കാണ്. വിസരണം സംഭവിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് തരംഗദൈർഘ്യം കൂടിയ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവക്കാണ്. അതുകൊണ്ട് ഉദയാസ്തമയ സൂര്യൻ ഏത് നിറത്തിൽ കാണുന്നു? ചുവപ്പ് നിറത്തിൽ കാണുന്നു. ഓക്കെ. The sunlight has to travel more distance in order to reach at the observer at evening and morning. The sunlight has to travel more distance in order to reach the observer at morning and evening. Okay. So the colors with highest wavelength yellow, orange, red. The colors with highest wavelength yellow, orange, red are travel more distance without scattering. That is why the setting and rising sun and sky appeared in which color? Red color. So all of you say, what is the reason for setting and rising sun in red in color? What is the reason? All of you say, sunlight has travel. Sunlight has to travel more distance in order to reach the observer at morning and evening. The colors with highest wavelength yellow, orange, red, they get more traveled with low scattering. They traveled in more distance and reaches at observer. And the remaining colors are scattered. And loss
ബാക്കിയുള്ള നിറങ്ങൾ എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്ത് എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ഓക്കെ, സോ ബേസിക് റീസൺ ഈസ് സ്കാറ്ററിങ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാറ്ററിംഗ് ആണ്. ഇനി ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആകാശത്ത് എന്തുകൊണ്ട് നീല നിറം കാണുന്നു? വാട്ട് ഈസ് ദ റീസൺ ഫോർ ബ്ലൂ കളർ ഓഫ് സ്കൈ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ബ്ലൂ കളർ ഓഫ് സ്കൈ? ആകാശത്തിന് എന്തുകൊണ്ട് നീല നിറം കാണുന്നു? ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എന്നിങ്ങനെ ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് പറയാം. എന്തുകൊണ്ട് ആകാശം നീല നിറത്തിൽ കാണുന്നു? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവ ആകാശത്ത് വ്യാപിക്കുന്നു. വിസരണം അവർക്ക് തരംഗദൈർഘ്യം കുറവാണ്, അപ്പോൾ വിസരണം കൂടും. വിസരണം കൂടുക എന്ന് പറഞ്ഞാൽ വ്യാപിക്കും. അങ്ങനെ അവർ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് കൊണ്ട് ആകാശം ഏത് നിറത്തിൽ കാണുന്നു? നീല നിറത്തിൽ കാണുന്നു. എന്നാൽ എല്ലാവരും പറഞ്ഞോ എന്തുകൊണ്ട് ആകാശം നീല നിറത്തിൽ കാണുന്നു? എന്തുകൊണ്ട് ആകാശം നീല നിറത്തിൽ കാണുന്നു? പറഞ്ഞോ എന്താണ് എന്തുകൊണ്ട് ആകാശം നീല നിറത്തിൽ കാണുന്നു? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവ വിസരണം സംഭവിച്ച് ആകാശത്ത് വ്യാപിക്കുന്നു. അതുകൊണ്ട് ആകാശം ഏത് നിറത്തിൽ കാണുന്നു? നീല നിറത്തിൽ കാണുന്നു. When sun, what is the reason for blue color of sky? What is the reason for blue color of sky? All of you say. The sunlight enters into atmosphere. The sunlight enters into atmosphere, and the colors with least wavelength, violet, indigo, blue, undergo scattering and spread on the atmosphere and scattered on the atmosphere. So the sky appeared in blue in color. Okay, so all of you say, what is the reason for blue color of sky? The sunlight enters into atmosphere and the colors with least wavelength, violet, indigo, blue, undergo scattering and they scattered on the atmosphere. So the sky is appeared in blue in color. ഇനി പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്ത്? What is the color of sky in moon? What is the color of sky in moon? ചന്ദ്രനിൽ എന്താണ് ആകാശത്തിന്റെ നിറം? അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതണം, ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷമല്ല. ഭൂമിക്ക് എന്തുണ്ട്? അന്തരീക്ഷം ഉണ്ട്. അതുകൊണ്ട് സ്കാറ്ററിംഗ് ഉണ്ട്, വിസരണം ഉണ്ട്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിന് ഏത് നിറം കിട്ടിയത്? നീല നിറം കിട്ടിയത്. എന്നാൽ ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷമില്ല. ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, അതുകൊണ്ട് പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ചന്ദ്രനിൽ ആകാശത്തിന് നിറമില്ല, അല്ലെങ്കിൽ ഇരുണ്ടതാണ്. അപ്പൊ ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം ഇരുണ്ടത്, അല്ലെങ്കിൽ നിറമില്ല. എന്തുകൊണ്ട്? ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, അതുകൊണ്ട് വിസരണമില്ല. So what is the color of sky in moon? The color of sky in moon is dark, or there is no color for sky in moon. And what is the reason? There is no atmosphere. There is no atmosphere, so there is no scattering. There is no atmosphere and there is no scattering. Okay. ഇതുപോലെ ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് പകൽ സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും അറിയോ? നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. ഭൂമിയിൽ പകൽ സമയത്ത് എന്ത് കാണാൻ സാധിക്കുകയില്ല? നക്ഷത്രം കാണാൻ സാധിക്കില്ല. കാരണം എന്താ? ഭൂമിയിൽ അന്തരീക്ഷമുണ്ട്, അതുകൊണ്ട് വിസരണമുണ്ട്, പ്രകാശം നന്നായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? മുകളിലോട്ട് നമ്മളുടെ വിസിബിലിറ്റി കുറയും, മുകളിലോട്ടുള്ള കാഴ്ച കുറയും. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഫ്രം എർത്ത് വി കനോട്ട് സീ സ്റ്റാർസ് ഇൻ during daytime. We cannot see stars from earth during daytime. But in moon we can see stars in daytime. In moon we can see stars in daytime. Then what is the reason? There is no atmosphere and there is no scattering. ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷമില്ല, അതുകൊണ്ട് എന്തില്ല? വിസരണമില്ല. അതുകൊണ്ട് നമുക്ക് പകൽ സമയത്ത് പോലും ചന്ദ്രനിൽ എന്ത് കാണാൻ സാധിക്കും? നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. We can see stars from moon even in daytime. Due to there is no atmosphere and there is no scattering. ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷമില്ല, അതുകൊണ്ട് വിസരണമില്ല. അതുകൊണ്ട് പകൽ സമയത്ത് പോലും നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഏതുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതാണ്? വിസരണവുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതാണ്, സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതാണ്. ഇനി വാഹനങ്ങളുടെ ടെയിൽ ലാമ്പ്, വാഹനങ്ങളുടെ ബ്രേക്ക് ലൈറ്റ്, ഇതിന്റെ നിറം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, വാഹനങ്ങളുടെ ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ ഡേഞ്ചർ സിഗ്നൽസ് കാണിക്കുന്ന നിറങ്ങളൊക്കെ എന്തായിരിക്കും? റെഡ് ആയിരിക്കും. എന്തുകൊണ്ടാ? ഡ്യൂ ടു ഹൈയസ്റ്റ് വേവ് ലെങ്ത് the color red can travel more distance without scattering. Okay, due to highest wavelength, the red can travel more distance without scattering. The red can travel more distance without scattering. എന്തുകൊണ്ട് വാഹനങ്ങളുടെ ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ അപായ സൂചനകൾ നൽകുന്ന സിഗ്നലുകളൊക്കെ ചുവപ്പ് നിറത്തിൽ കാണുന്നു? എന്തുകൊണ്ട് ചുവപ്പ് നിറത്തിൽ കാണുന്നു? ചുവപ്പിന് തരംഗദൈർഘ്യം കൂടുതലാണ്, അതുകൊണ്ട് വിസരണം സംഭവിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നു. ചുവപ്പിന് തരംഗദൈർഘ്യം
കൂടുതലാണ്. അതുകൊണ്ട് വിസരണം സംഭവിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ്, വിസരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വിസരണവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ 2 കാര്യങ്ങളൂടെ പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും അതിലേക്ക് റെഡി ആയിട്ടിരിക്കുക. ശ്രദ്ധിച്ചോ, സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട മറ്റൊരു സംഭവമാണ് ടിൻഡൽ എഫക്റ്റ്. വിസരണവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട മറ്റൊരു സംഗതിയാണ് ടിൻഡൽ പ്രഭാവം. എന്താണ് ടിൻഡൽ പ്രഭാവം? എല്ലാവരും ശ്രദ്ധിച്ചു. അതിനു മുമ്പ് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു തരാം. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തു, കുറച്ച് പഞ്ചസാര എടുത്തു, ഷുഗർ എടുത്തു, മിക്സ് ചെയ്തു. മറ്റൊരു വെള്ളത്തിൽ റൈസ് സൂപ്പ് എടുത്തു, റൈസ് സൂപ്പ്, കഞ്ഞിവെള്ളം എടുത്തു, കഞ്ഞിവെള്ളം. മറ്റൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു, അതിൽ കുറച്ച് സാൻഡ് എടുത്തു, മണലും എടുത്തു. അപ്പോൾ ഏതൊക്കെയാണ് 3 മിക്സറുകൾ? എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 മിശ്രിതങ്ങളുണ്ട്, 3 മിക്സറുകളുണ്ട്. ഏതൊക്കെയാണ് 3 മിശ്രിതങ്ങൾ? ഒന്ന് ഷുഗറും വെള്ളവും, പഞ്ചസാരയും വെള്ളവും. മറ്റൊന്ന് റൈസ് സൂപ്പ്, അതായത് കഞ്ഞിവെള്ളം. മറ്റൊന്ന് മണൽ വെള്ളം, സാൻഡ് വാട്ടർ. പഞ്ചസാര വെള്ളത്തിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? കണികകളെ കാണാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. അവ അടിഞ്ഞുകൂടുമോ? സെറ്റിൽ ചെയ്യോ? ഇല്ല. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല, മാത്രമല്ല അത് സെറ്റിൽ ചെയ്യുകയുമില്ല, അടിഞ്ഞുകൂടുകയുമില്ല. അത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ, അതായത് ലായനി. എന്താണ് വിളിക്കുക? സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി. ഇനി ഇവിടെ റൈസ് സൂപ്പ് എടുത്തിട്ടില്ലേ, കഞ്ഞിവെള്ളം എടുത്തിട്ടില്ലേ? ആ കഞ്ഞിവെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? അതിനൊരു വൈറ്റ് കളർ ഉണ്ടാവും. നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസിനെ, കണികകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അടിഞ്ഞുകൂടുമോ? സെറ്റിൽ ചെയ്യുമോ? ഇല്ല. പക്ഷെ എന്നിരുന്നാലും കഞ്ഞിവെള്ളം ഊറും എന്നൊക്കെ പറയും. ഒരു പ്രത്യേക സെറ്റിൽമെന്റ് അതിൽ നടക്കും, നന്നായിട്ട് അടിഞ്ഞുകൂടുന്നില്ല. അത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളോയിഡ്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുക, കൊളോയിഡ്. എന്താണ്? കൊളോയിഡ്. ഇനി സാൻഡ് വാട്ടറിന്റെ പ്രത്യേകത എന്താ? പാർട്ടിക്കിൾസിനെ നമുക്ക് നന്നായി കാണാൻ സാധിക്കും, മാത്രമല്ല അടിഞ്ഞുകൂടും, സെറ്റിൽ ചെയ്യും. അത്തരം മിശ്രിതങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സസ്പെൻഷൻ. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുക, സസ്പെൻഷൻ. അപ്പോൾ പാർട്ടിക്കിൾസിനെ കാണാൻ കഴിയുന്നതുമായ 2 മിശ്രിതങ്ങളുണ്ട്. ഏതൊക്കെയാ? പാർട്ടിക്കിൾസിനെ കാണാൻ കഴിയുന്ന 2 മിശ്രിതങ്ങൾ, അതായത് പാർട്ടിക്കിൾസിന്റെ സൈസ് കുറച്ച് കൂടിയ മിശ്രിതങ്ങൾ, കണികയുടെ വലിപ്പം കുറച്ച് കൂടിയ മിശ്രിതങ്ങളാണ് ഏതൊക്കെ? കൊളോയിഡും സസ്പെൻഷനും. ഏതൊക്കെയാണ്? കൊളോയിഡും സസ്പെൻഷനും. നല്ലോണം ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ കൊളോയിഡ് സസ്പെൻഷൻ ഉദാഹരണം പറഞ്ഞപ്പോൾ ആ സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൊളോയിഡ് സസ്പെൻഷൻ എന്നീ ലായനികളിലൂടെ, കൊളോയിഡ് സസ്പെൻഷൻ എന്നീ ലായനികളിലൂടെ പ്രകാശം കടന്നുപോയാൽ, കൊളോയിഡ് സസ്പെൻഷൻ എന്നീ ലായനികളിലൂടെ പ്രകാശം കടന്നുപോയാൽ അതിലെ പാർട്ടിക്കിൾസിൽ തട്ടുകയും, പാർട്ടിക്കിൾസിൽ അതിലെ കണികയിൽ പ്രകാശം ചെന്ന് തട്ടുകയും ആ പ്രകാശത്തിന് വിസരണം സംഭവിക്കുകയും ചെയ്യും. പ്രകാശത്തിനും സംഭവിക്കും, വിസരണം സംഭവിക്കും. അങ്ങനെ വിസരണം സംഭവിക്കുന്ന പ്രകാശം കടന്നു പോകുന്ന പാതയിലെ കണികകൾ തിളങ്ങും, കണികകൾ തിളങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ പ്രകാശത്തിൻ്റെ പാത വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡൽ പ്രഭാവം. എന്താണ് ടിൻഡൽ പ്രഭാവം? പറഞ്ഞോ, ഒന്ന് വൃത്തിയാക്കി പറഞ്ഞോ. എന്താണ് ടിൻഡൽ പ്രഭാവം? എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞു നോക്കൂ. ഒറ്റോട്ടമേ പറയുള്ളൂ, നല്ലവണ്ണം ശ്രദ്ധിച്ചോ. കൊളോയിഡ് സസ്പെൻഷൻ എന്നീ മിശ്രിതങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ കണികകളിൽ തട്ടി പ്രകാശം വിസരണം സംഭവിക്കുന്നു. കണികകളിൽ തട്ടി പ്രകാശത്തിന് വിസരണം സംഭവിക്കുകയും ആ കണികകൾ തിളങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് പ്രകാശത്തിന്റെ പാത വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഈ ഒരു അവസ്ഥയെ എന്ത് പേര് വിളിക്കുന്നു? ടിൻഡൽ പ്രഭാവം. ഒന്നുകൂടെ പറയാം, എന്താണ് ടിൻഡൽ പ്രഭാവം? എന്താണ് ടിൻഡൽ പ്രഭാവം? സസ്പെൻഷൻ, കൊളോയിഡ് എന്നീ ലായനികളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ കണികകളിൽ തട്ടി പ്രകാശത്തിന് വിസരണം സംഭവിക്കുകയും കണികകൾ തിളങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാൻ സാധിക്കുന്നു. ഇതിനെന്ത് പേര് വിളിക്കുന്നു? ടിൻഡൽ പ്രഭാവം. When beam of light passes through colloid and suspension, English medium students listen. When light travels through colloid and suspension, all of you listen. When light travels through colloid and suspension, the beam of light hits on the particles. The beam of light hits on the particles and get scattered. The beam of light hits on the particles and get scattered, and thereby the particles are began to illuminating. And the particles are illuminated. So we can see the path of light. That effect is known as Tyndall effect. അപ്പോൾ എന്താണ് ടിൻഡൽ എഫക്റ്റ്? ഒന്നുകൂടെ പറയാം. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ലിസൺ. എന്താണ് ടിൻഡൽ എഫക്റ്റ്? When beam of light travels through colloid and suspension,
The beam of light hits on the particles and get scattered. The beam of light hits on the particles and get scattered. And particles get illuminated. Particles get illuminated. So we can see the path of light. So we can see the path of light. That phenomena is known as Tyndall effect. ഇതിനൊരു എക്സാമ്പിളാണ് നല്ല മഞ്ഞുള്ള സമയങ്ങളിലൊക്കെ മരത്തിൻ്റെ ഇടയിലൂടെ വരുന്ന പ്രകാശത്തിൻ്റെ പാത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ഏതാണ്? ടിൻഡൽ എഫക്റ്റാണ്, ടിൻഡൽ പ്രഭാവമാണ്. മാത്രമല്ല ഓടിട്ട വീടുകളുണ്ടല്ലോ, ആ വീടുകൾ അല്ലെങ്കിൽ ടെറസിലൊക്കെ ചെറിയ സുഷിരങ്ങളുണ്ടെങ്കിൽ ആ സുഷിരത്തിലൂടെ പ്രകാശം കടന്നു വരുന്ന പാത, പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ഏത് പ്രതിഭാസം കൊണ്ടാണ്? ഏത് എഫക്റ്റ് കൊണ്ടാണ്? ടിൻഡൽ എഫക്റ്റ് അല്ലെങ്കിൽ ടിൻഡൽ പ്രഭാവം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ടിൻഡൽ പ്രഭാവത്തിന് കാരണം ഏതാണ്? വിസരണമാണ്. ടിൻഡൽ പ്രഭാവത്തിന് കാരണം വിസരണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ടിൻഡൽ എഫക്റ്റ്? സ്കാറ്ററിങ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. ഇനി ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ലൈറ്റ് പൊല്യൂഷൻ, പ്രകാശ മലിനീകരണം എന്നുള്ളൊരു ടോപ്പിക്ക് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്വയം വായിച്ചു നോക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അതിലൊരു ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഏപ്രിൽ മാസത്തിലെ കറുത്തവാവ് വരുന്ന ന്യൂ മൂൺ വീക്കിലെ ആദ്യത്തെ വീക്ക് ലൈറ്റ് വീക്കായിട്ട്, ഡാർക്ക് ഡേ ആയിട്ട് ആചരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ജെന്നിഫർ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ആശയമാണത് എന്നൊക്കെ, വിർജീനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജെന്നിഫർ ബോർലോ എന്ന് പറയുന്ന ഒരു കുട്ടി മുന്നോട്ട് വെച്ച ആശയമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുകാരിയായ ഒരു കുട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് എന്ന് തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ സ്വയം വായിച്ചു നോക്കുക. അതുപോലെ കൂടുതൽ ലൈറ്റ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സറൗണ്ട്സിനെ ബാധിക്കുക? ലൈറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റ് അമിതമായാലുണ്ടാകുന്ന എക്സീഡിങ് ഓഫ് ദി ലിമിറ്റ് ഓഫ് ലൈറ്റ്, ദെൻ വാട്ട് ആർ ദ പ്രോബ്ലംസ് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വയം ഒന്ന് നിങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ചിട്ട് അതൊക്കെ കണ്ടെത്തുക, നിങ്ങൾക്ക് സ്വയം വായിച്ചു നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ലൈറ്റ് പൊല്യൂഷൻ, പ്രകാശമലിനീകരണം കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി 6ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തിരിക്കുന്നു? അവസാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി 6ാമത്തെ ചാപ്റ്റർ വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ് എന്നുള്ള, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ള 6ാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഉഷാറായിട്ടിരിക്കുക. ഈ ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കാണുക. എല്ലാവർക്കും ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.